ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. കലോറിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ കലോറിയും ശരീരത്തിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2 ഭക്ഷണങ്ങൾക്ക് ഒരേ കലോറി ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലേക്ക് ഒരേ അളവിലല്ല എത്തുക. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരുപോലെയല്ല അത് പ്രവർത്തിക്കുന്നതും. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് കലോറിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി കഴിച്ചാൽ ഭാരം കുറക്കാൻ പറ്റും അല്ലെങ്കിൽ ഭാരം കൂട്ടാൻ പറ്റും. അതൊക്കെ ഒരു തരത്തിൽ കറക്റ്റ് ആണെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഫാക്ടേഴ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. ഒരു ആള് പച്ചക്കറിയാണ് കഴിക്കുന്നത്, മറ്റൊരാൾ ഡോണറ്റാണ് കഴിക്കുന്നത്. രണ്ടിലും 200 കലോറി ആണെങ്കിൽ പോലും ഗണിതശാസ്ത്രപരമായി അത് കറക്റ്റാണ്. പക്ഷേ ജീവശാസ്ത്രപരമായി അത് കറക്റ്റ് ആവണമെന്നില്ല. കൊമേഴ്ഷ്യലായിട്ട് കിട്ടുന്ന ആഹാരങ്ങളുടെ കലോറി പൊതുവെ ഈ ബോംബ് കലോറി മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് തിട്ടപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു സാമ്പിൾ അതിൽ വെച്ച് അതിനെ കത്തിക്കും. കത്തിക്കുന്നതിന് ഭാഗമായിട്ട് അതിന് ചുറ്റുഭാഗത്തുള്ള വാട്ടറിൽ എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് ആവുന്നുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ കലോറി തിട്ടപ്പെടുത്തും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ദഹനവും ആഗിരണവും അതുപോലെ ഉപാപചയവും ഒക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെയല്ല അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കുന്ന ആഹാരം എല്ലാം ദഹിപ്പിക്കണമെന്നില്ല. ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളേ ദഹിപ്പിക്കുന്നുള്ളൂ. ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ മലത്തിൻ്റെ കൂടെ പുറത്തോട്ട് പോവാറുണ്ട്. ഇനി നമ്മുടെ ആഹാരത്തിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്. അതിനെപ്പറ്റി കൂടി മനസ്സിലാക്കാം. ഈ പ്രോട്ടീനൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊരു 100 കലോറി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഒരു 20 തൊട്ട് 30 കലോറി ശരീരം സ്പെൻഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 70 തൊട്ട് 80 കലോറി നമ്മുടെ ശരീരത്തിൽ നെറ്റ് വർത്തായിട്ട് കിട്ടുന്നുള്ളൂ. അതുപോലെ കാർബോഹൈഡ്രേറ്റിനും അതുപോലെ കൊഴുപ്പിനും ഒക്കെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കലോറി ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് 2 ആഹാരങ്ങൾ ഇൻസുലിനെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡോണറ്റ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 200 കലോറി ആ രീതിയിൽ എടുക്കുമ്പം ശരീരത്തിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടാനും കാരണമാവും. ഇത് മുഖേന ഇൻസുലിൻ്റെ അളവ് പെട്ടെന്ന് നല്ല അളവിൽ കൂടുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ എക്സ്ട്രാ വന്ന ഗ്ലൂക്കോസിനെയൊക്കെ ശരീരം കൊഴുപ്പാക്കി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യും. അപ്പോൾ അമിതവണ്ണം കുടവയറൊക്കെ വരാൻ കാരണം ഈ ഒരു കാര്യമാണ്. എന്നാൽ പച്ചക്കറി അതേ 200 കലോറി എടുക്കുമ്പോൾ ശരീരത്തിൽ അതിന് നാരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ദഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ പതിയായിരിക്കും ഇതിൻ്റെ ആഗിരണം നടക്കുന്നത്. ഇൻസുലിൻ്റെ അളവും അതുപോലെ പതിയായിരിക്കും ഉയരുന്നത്. ഇത് കാരണത്താൽ തന്നെ ശരീരത്തിന് എഫിഷ്യൻ്റായ രീതിയിൽ ഈ എനർജി ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ 2 വ്യത്യാസം നോക്കൂ. രണ്ടിലും ഒരേ കലോറി ആയിരുന്നു. പക്ഷേ 2 രീതിയിലാണ് ഇൻസുലിൻ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാച്ചുറൽ ഫുഡുകളിൽ അതിൻ്റെ സ്ട്രക്ചർ കോംപ്ലക്സ് ആണ്. അതിൻ്റെ സെൽ വാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ശരീരത്തിന് കുറച്ചുകൂടിയും കഷ്ടപ്പെട്ടിട്ട് അതിനെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. ഈ ഫാറ്റും അതുപോലെ കാർബോഹൈഡ്രേറ്റുകളൊക്കെ പൊതുവെ മലത്തിൻ്റെ കൂടെ പുറത്തോട്ട് പോവാറാണ്. ഒരു പഠനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഈ ആൽമണ്ടിൽ നടത്തിയ പഠനമാണ്. ആൽമണ്ട് നാച്ചുറൽ ആയിട്ടുള്ളതും റോസ്റ്റ് ചെയ്തതും പൊടിച്ചതും അതുപോലെ ബട്ടർ ചേർത്തതും ആളുകൾക്ക് കൊടുത്തു. ഒരു കൂട്ടം ആൾക്കാർ അതിൽ നിന്ന് ഈ ആൽമണ്ട് ഒന്നും കഴിക്കാതെ നിന്നിട്ടുണ്ടായിരുന്നു. ഇത് 9 ദിവസമാണ് ഇങ്ങനെ കഴിച്ചത്. ഇതൊരു ക്രോസ് ഓവർ സ്റ്റഡിയാണ്. അതായത് ഇന്ന് ഇപ്പം നിങ്ങൾ നാച്ചുറൽ ആൽമണ്ടാണ് കഴിച്ചെങ്കിൽ നാളെ നിങ്ങൾ റോസ്റ്റഡ് ആയിട്ടും കഴിക്കുക. അങ്ങനെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഭക്ഷണ രീതിയിലൂടെയും കടന്നു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 ദിവസവും അവരുടെ യൂറിനും സ്റ്റൂളും കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് എത്രത്തോളം കലോറി ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് നോക്കിയപ്പം മനസ്സിലായത് ഇത്രയാണോ കലോറി ആ ഒരു ആഹാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് അത്രത്തോളം എമൗണ്ടൊന്നും ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആഹാരത്തിൽ നിന്ന് എത്രത്തോളം കൊടുക്കുന്നോ അതൊന്നും ശരീരത്തിലേക്ക് എത്തണമെന്നില്ല. ആഹാരത്തിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന കലോറിയുടെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാക്കണം. നാരുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാരടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പം ശരീരത്തിന് പതിയെയാണ് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് വിശപ്പ് വളരെ പതിയായിരിക്കും വീണ്ടും വരുന്നത്. കുടലിലെ ബാക്ടീരിയകളുടെ റോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവരിലെയും കുടലിൻ്റെ ബാക്ടീരിയ ഒരുപോലെയല്ല. ചില ആൾക്കാരിൽ കുടലിലെ ബാക്ടീരിയ നല്ല രീതിയിൽ ഈ കോംപ്ലക്സ് ആയ കാര്യങ്ങളൊക്കെ ദഹിപ്പിക്കും. നമുക്ക് ദഹിക്കാത്ത പൊതുവെയുള്ള നാരുകളൊക്കെ ഈ ബാക്ടീരിയകൾ ദഹിക്കാൻ സഹായിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ
എല്ലാവരിലും ഒരുപോലെയല്ല ഈ എനർജി എത്തുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം ജ്യൂസ് അടിച്ചിട്ടാണോ അല്ലെങ്കിൽ നാച്ചുറൽ രൂപത്തിലാണോ കഴിക്കുന്നതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ജ്യൂസ് അടിക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് കൂടും. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരം, ഒരു നട്ട്സിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാണ് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് അതിനെ പൊടിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ മിക്സ് ആയിട്ടായിരിക്കും തരുന്നത്. രണ്ടിലും നട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കലോറി ആഗിരണം ശരീരത്തിൽ കൂടുന്നത് ഈ പ്രോസസ്ഡ് ആഹാരത്തിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഒരു വശത്ത് നമ്മുടെ നാച്ചുറൽ ഫുഡ് ഒരു 500 കലോറിയുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അത് നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഉയർന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പതുക്കെയാണ് ഇൻസുലിൻ കൂട്ടുന്നത്. അതുപോലെ മണിക്കൂറുകളോളം നമുക്ക് വിശക്കില്ല. അങ്ങനെ അവസാനം വരുമ്പോൾ ഒരു 400 കലോറിയൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. മറുവശത്ത് നോക്കൂ, 500 കലോറിയുള്ള ഒരു ആഹാരം കഴിക്കുമ്പം വളരെ ചുരുങ്ങിയ കലോറി ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് ഇൻസുലിൻ്റെ അളവ് കൂടും. പെട്ടെന്ന് വിശപ്പ് വരാൻ തുടങ്ങും. അവസാനം നോക്കുമ്പോൾ ഏതാണ്ട് മുഴുവൻ കലോറി വരെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനും കാരണമാവും. അപ്പോൾ 2 തരത്തിലുള്ള ആഹാരങ്ങൾ ഒരേ കലോറി ആണെങ്കിൽ പോലും 2 രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കഴിയുന്നതും എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും ശ്രമിക്കുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.